ഒരു ചിരിയുടെ തിളങ്ങുന്ന ദിവ്യത്വം എന്ന തലക്കെട്ടിൽ കേരളത്തിലേക്ക് ചൂണ്ടിക്കാട്ടി ഒരു അമേരിക്കൻ മാധ്യമം ആ കാലഘട്ടത്തിൽ എഴുതിയത് 36,248 എന്ന് സർവേ കണക്കുകൾ സംഖ്യപ്രകാരം പറയുന്ന പാറശാലയിലേക്കപ്പുറം കളിയിക്കാവള മുതൽ കാസർഗോഡിലെ തലപ്പാടി വരെ നീളുന്ന കേരളം എന്ന ഈ സംസ്ഥാനത്തിലുള്ള ആൾദൈവങ്ങളുടെ 36,248 ആൾദൈവങ്ങളുടെ ചിരിയെ ചൂണ്ടിക്കാണിച്ചല്ല അമേരിക്കയിലെ മാധ്യമം എഴുതിയത് സ്പാർക്ലിംഗ് ഡിവിനിറ്റി ഓഫ് ഇസ്മായിൽ എന്ന്. മറിച്ച് കാലാകാലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന തങ്ങളുടെ പെൻഷൻ ഇരട്ടിയായി വർദ്ധിപ്പിച്ച് വീട്ടിലേക്ക് ഒരു പോസ്റ്റ് വുമൺ കൊണ്ടുചെന്ന് കൊടുത്തപ്പോ അത് ഏറ്റുവാങ്ങി കൈപ്പറ്റിയിട്ട് പല്ലില്ലാത്ത മോടകാട്ടി ഈ നാടിന്റെ നേർക്ക് ഒരു അമ്മൂമ്മ ചിരിച്ച ചിരി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പത്രത്തിൽ കണ്ടു. ആ ചിരി ഉയർത്തിക്കാട്ടിയ മാധ്യമം പറഞ്ഞു, ഈ ചിരിയാണ് സ്പാർക്ലിംഗ് ഡിവിനിറ്റി ഓഫ് ഇസ്മായിൽ. ആ ചിരി അവരെ കാണാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്ന 4 പേരെ കാണാൻ വന്ന ഒരു മനുഷ്യന്റെ പേര് ജോഷി സഖാവീസി. ഈ 4 പേരുടെ പേര് കോയിത്താറ്റ് ചിരികണ്ഠൻ, മഠത്തിൽ അപ്പു, പൊടോര കുഞ്ഞിക്കണ്ണൻ, കുഞ്ഞമ്പുനായർ, അബൂബക്കർ. ഇവർ 4 പേർ. ഈ 4 പേർ കയ്യൂർ രക്തസാക്ഷികളാണ്. ഈ 4 പേർ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ കഴുകുമരത്തിലേറും. നാടിനു വേണ്ടി ദുഷ്പ്രഭുത്വത്തിനെതിരെ, ജന്മിത്വത്തിനെതിരെ പോരാടി മരണത്തിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചുറച്ച 4 രക്തപാരകങ്ങളെ കാണാനെത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് DC ജോഷി അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അമ്മയച്ഛനെ അനിയനെയൊക്കെ കാണും, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. കൂട്ടത്തിൽ അബൂബക്കറും മറ്റും അവരോട് അദ്ദേഹത്തോട് പറഞ്ഞു, പോകുമ്പോ പറയണം, എന്റെ അനുജൻ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, അവര് പാകത പോരാ, എങ്ങനെയാണ് ഈ നാടിനു വേണ്ടി ജീവിക്കേണ്ടത്, നാടിനു വേണ്ടി മരിക്കേണ്ടത്, മനുഷ്യരെ സ്നേഹിക്കുന്ന സഖാവായി എങ്ങനെ മാറേണ്ടത് എന്ന് എന്റെ അനുജനോട് പറഞ്ഞു കൊടുക്കാൻ അങ്ങ് സമയം കണ്ടെത്തണമെന്ന് മാത്രമാണ് മരിക്കുന്നതിന് മുൻപ് DC ജോഷിയോട് കയ്യൂർ സമര സഖാവായ അബൂബക്കർ ആവശ്യം. രാജസ്ഥാനിലെ കൊച്ചുകുട്ടിക്ക് കുതിരയെ വാങ്ങിച്ചു കൊടുത്തു. അച്ഛൻ എന്നിട്ട് പറഞ്ഞു, നീ കൊണ്ടുപോയി കുതിരയെ മേയിച്ചിട്ട് വാങ്ങുന്നു കൊടുത്തു. കുതിരയെ മേയ്ക്കാൻ കുതിരയെ മേയ്ക്കാനും പോയി കുതിരപ്പുറത്തൊക്കെ കയറി ഈ പിടുക്കൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ മുസാഫർ എന്നോ മറ്റോ ആയിരുന്നു അവന്റെ പേര്. അവനെ കണ്ടുകിട്ടിയില്ല, അന്ന് വന്നില്ല അവൻ വീട്ടില്. കൂട്ടിടങ്ങളെ അന്വേഷിച്ചു, അടുത്ത വീടുകളെ അന്വേഷിച്ചു, സഹപാഠികളുടെ സഹീർദ്ദരുടെ ഒക്കെ വീടുകളെ അന്വേഷിച്ചു, കണ്ടില്ല. അടുത്തുള്ള കുളങ്ങളിലും കിണറുകളിലും ഒക്കെ തപ്പി നോക്കി, കിട്ടിയില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോ അവിടെ പുല്ലുമേയുന്ന സ്ഥലത്ത് ഒരു വലിയ തൃശൂലം കൊണ്ട് കുത്തിക്കൊന്നിട്ടിരിക്കുന്നു. കുതിരയെ കോർത്തെടുത്തത് ശൂലത്തിന്റെ ഒരു മുനയിൽ കുതിരയെയും മറുഭാഗത്തെ കുഞ്ഞിനെയും. കാരണം അവൻ മുസൽമാനാണ്. ഈ മുസൽമാന് കുതിരപ്പുറത്ത് സവാരി ചെയ്യാൻ അനുവദിക്കുന്നില്ല ഞങ്ങളുടെ ആചാരം എന്നായിരുന്നു അവരുടെ വാദം. അപ്പൊ സ്വാതന്ത്ര്യ സഞ്ചാരത്തിൻ്റെത് കൂടിയാണ്. ഹത്യ ചെയ്യപ്പെട്ടിയ സവർണവർഗീയ സംഘത്തിന്റെ കാവിക്കൊടി ധരിച്ച ആ കാക്കണി സംഘത്തിന്റെ പടയ്ക്ക് മുന്നിൽ അക്ഷോഭ്യമായി നിന്ന് അതിനെ നേരിട്ടവരുണ്ട്. അന്ന് അവരുടെ കഠാരപ്പടിയിൽ മരണം കൈവരിച്ച, ഇസ്ലാം ദേവാലയത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ മരണം വരിച്ച സഖാവിന്റെ പേര് ഒരു ഇസ്ലാം നാമമായിരുന്നില്ല. ഹിന്ദുമതത്തിലെ പുരുഷോത്തമ പ്രതീകമായ ശ്രീരാമന്റെ പേരായിരുന്നു സഖാവ് UK കുഞ്ഞിരാമന്റെ പേര്. എന്തുകൊണ്ട് കേരളത്തിൽ വർഗീയ കൃഷികൾ കടന്നു വരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പറഞ്ഞു വരികയായിരുന്നു സഖാവ് MVR. അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയപ്പോൾ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയപ്പോൾ അതിലൊരിടത്ത് തലശ്ശേരി കലാപത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. തലശ്ശേരി കലാപത്തെ കുറിച്ച് എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ന് തലശ്ശേരിയിലെ വീടുകൾ നശിക്കാതെ, തലശ്ശേരിയിലെ ജനജീവിതം വളരെയധികം ദുരിതത്തിലാകാതെ, 100 കണക്കിന് കബന്ധങ്ങൾ ഉടലറ്റ തെരുവിലൂടെ രക്തത്തിൽ ഒഴുകി നടക്കാതെ, തലശ്ശേരി മുഴുവൻ മരിച്ച മൃതദേഹങ്ങൾ കൊത്തിപ്പറക്കാൻ കഴുകന്മാർ ആർത്തടിച്ച് പറന്നെത്താതെ, തലശ്ശേരി മുഴുവൻ മരണത്തിന്റെ മണവും ഇരുട്ടും കാരണം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വേദനയുടെ ഈറ്റില്ലമായി മാറാതെ പോയതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. വീടാന്തരം അന്നുച്ച ഭാഷണിയിൽ ഈ നാടിന്റെ മതസംഘർഷം തകർക്കരുത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ നാട്ടിലെ എല്ലാ മതസ്ഥാപനങ്ങൾക്കും മനുഷ്യഹൃദയങ്ങൾക്കും കാവലായിരുന്ന അവിടുത്തെ മതമൈത്രി സംരക്ഷിക്കുവാൻ, ആ നാടിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി പൊരുതിയ 3 പേരുടെ കരുത്തിലാണ് തലശ്ശേരി തകരാതിരുന്നത് എന്ന് MVR എഴുതി. അതിലൊരാൾ സാക്ഷാൽ AKG ആണ്. രണ്ടാമത്തെ ആളിന്റെ പേര് CH കണാരൻ എന്നാണ്. മൂന്നാമത്തെ ആൾ ഉയർത്തിപ്പിടിച്ച ഒരു കൊടിക്കമ്പിന്റെ കരുത്തിൽ ഒരു നാടിന്റെ മതേതരത്വം സംരക്ഷിക്കപ്പെട്ടു എങ്കിൽ ആ കൊടിക്കമ്പിന്റെ കരുത്തുമായ മൂന്നാമത്തെ ആൾ ഇന്ന് 1-ാം നമ്പർ കാറിൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഈ നാടിന്റെ മതേതരത്വം സംരക്ഷിക്കുന്നു. പേര് പിണറായി വിജയൻ എന്നാണ്. കേരളത്തിന്റെ ചരിത്രത്തിന് കടന്നു വരുവാൻ മതവാദികളെയും വർഗീയവാദികളെയും അനുവദിക്കാതെ കാത്തുസൂക്ഷിച്ച കോട്ടവാദികളുടെ ചരിത്രം ഇടതുപക്ഷത്തിന്റെ ഒത്തുചേരലിന്റെ ചരിത്രമാണ്. കാരണം കപടദേശീയ
ദേശീയതയുടെ ആൾരൂപമായിരുന്ന ഉയരം കുറവായിരുന്ന പെയിന്ററായിരുന്നിട്ടും ഓസ്ട്രേലിയയിലെ ആർട്സ് അക്കാദമി പ്രവേശനം നന്നായി വരയ്ക്കുമായിരുന്നിട്ടും പ്രവേശനം നിഷേധിച്ച കാരണം കൊണ്ട് മാനസികമായി വലിയ വ്യതിയാനങ്ങൾക്ക് ഉടമയായി ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാൻ കുറിച്ച് ഏകാധിപതിയായി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മനുഷ്യജീവിതങ്ങളെ തളച്ചിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് ആയിരക്കണക്കിന് ഉയിലുകളുടെ അധിപനായി മാറിയ മാനവ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലർ ആകട്ടെ, മനുഷ്യർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ അവരുടെ ചിന്തകൾ തമ്മിൽ പങ്കുവയ്ക്കപ്പെടുമെന്ന ഭയം കൊണ്ട് ഷേക്ക് ഹാൻഡ് ഈ രാജ്യത്തിൽ നിരോധിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച ഷേക്ക് ഹാൻഡ് വരെ നിരോധിച്ച ഇറ്റലിയിലെ ബെനിറ്റോ മുസോളിനി ആകട്ടെ, എന്തിന് മഹീന്ദ രാജപക്ഷെ ആകട്ടെ, ലസന്ത വിക്രമതുംഗ എന്ന് പറയുന്ന മനുഷ്യൻ സൺഡേ ലീഡർ എന്ന് പറയുന്ന പത്രത്തിന്റെ ജേർണലിസ്റ്റ് ആയിരുന്ന ചീഫ് ജേർണലിസ്റ്റ് ആയിരുന്ന ലസന്ത വിക്രമതുംഗ, എഡിറ്റർ ആയിരുന്ന ലസന്ത വിക്രമതുംഗ ഒരു ദിവസം വൈകുന്നേരം അടുത്ത ദിവസത്തേക്കുള്ള എഡിറ്റോറിയൽ എഴുതി. കപട ദേശീയതയുടെ പേരിൽ ശ്രീലങ്ക എന്ന ഈ രാജ്യത്തിലെ നിസ്വരായ തമിഴ് വംശജരായ മനുഷ്യർ മുഴുവൻ വേട്ടയാടപ്പെടുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ എഡിറ്റോറിയൽ എഴുതി രഹസ്യമായി മേശപ്പുറത്ത് വെച്ച് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയപ്പോ അദ്ദേഹം അതിന് അവസാനം എഴുതി, നാളെ ഒരുപക്ഷെ ഞാൻ ഭരണകൂട ഭീകരതയുടെ കപട ദേശീയവാദികളുടെ തോക്കിനിരയായേക്കാം, ബട്ട് മൈ പെൻ വിൽ നോട്ട് സ്ലീപ് ഇൻ ദ ഗ്രേവ്യാർഡ്. ശവക്കല്ലറയിൽ എന്റെ പേന ഉറങ്ങില്ല. നാളെ വന്നില്ല. അന്ന് തന്നെ പത്രം ഓഫീസിൽ നിന്ന് ചോർന്നു കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് മടങ്ങിയ ലസന്ത വിക്രമതുംഗ എന്ന സൺഡേ ലീഡറിനെ വെടിവെച്ചു കൊന്നത്, ചുട്ടുകൊന്നത് ഭരണകൂട ഭീകരതയുടെ ദല്ലാളന്മാരായിരുന്നു. അതുകൊണ്ട് മഹീന്ദ രാജപക്ഷെയാണ് ലോകമെമ്പാടുമുള്ള സ്വേച്ഛാധിപതികൾ മനുഷ്യ സമൂഹത്തിന്റെ നിഗ്രഹത്തിനായി ഉപയോഗിച്ചത് ഈ സോക്കാൾ ദേശീയതയാണ്. ക്ലൂ ക്ലാസ് ക്ലാൻ, KLUXKLAN, ക്ലൂ ക്ലക്സ് ക്ലാൻ, ഉച്ചരിക്കാറില്ല. ക്ലൂ ക്ലാൻ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഏറ്റവും ഭീകരമായ ദുരൂഹമായ ചെയ്തികളിലൂടെ കറുത്ത വർഗ്ഗക്കാരനെ കണ്ടാൽ കൊന്നുകളയുവാൻ കൊതിക്കുന്ന വെള്ളക്കാരുടെ രക്തവാഹികളായ ചില വെള്ളക്കാരുടെ കൂട്ടായ്മയാണ്. ഏറ്റവും കൂടുതൽ നരഹത്യ നടത്തുന്ന സംഘടന. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ക്ലൂ ക്ലാനെ പരസ്യമായി അംഗീകരിക്കുവാൻ സന്നദ്ധരായിരുന്ന ചില നേതാക്കൾ ഉണ്ടായിരുന്നു അമേരിക്കയിലെ ആ കാലഘട്ടത്തിൽ. കാരണം സാധാരണക്കാരനായ സഹജാതനായ മനുഷ്യൻ അട്ടിയോടിക്കപ്പെടുകയും ക്രൂരമായി കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഹരമായി കാണുന്നവരുടെ ഒരു സംസ്കാരം, ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിന്റെ വളം, ആ സങ്കല്പം എന്ന വിഷവൃക്ഷത്തിന്റെ അടിസ്ഥാന വളത്തിന്റെ പേരാണ് വർത്തമാനകാലത്തിൽ കപട ദേശീയത. ഈ വർത്തമാനകാലത്തിലെ കപട ദേശീയതയ്ക്ക് ആധിക്യം കൊടുക്കുമ്പോ വെള്ളക്കാരന്റെ മുമ്പിൽ പാതുകം നക്കുകയും മാപ്പെഴുതി കൊടുക്കുകയും ചെയ്തവർ മഹാന്മാരായി ഗ്ലോറിഫൈ ചെയ്യപ്പെടുമ്പോ ഗാന്ധിജി മടങ്ങിപ്പോകുന്ന, ഗാന്ധിജി ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു വർത്തമാനകാല ദേശീയ ചരിത്രം പഠിക്കുവാൻ നമ്മുടെ കുട്ടികൾ വരെ നിർബന്ധിതരാണ്. നമ്മുടെ കുട്ടികളെ വരെ ഗാന്ധിജി ഇല്ലാത്ത ഇന്ത്യൻ ദേശീയ ചരിത്രം പഠിപ്പിക്കാൻ അവർ നിർബന്ധിതരാക്കുന്നു. കാരണം അവർക്കറിയാവുന്ന ഗാന്ധിയും ഇപ്പൊ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭാരതത്തിന്റെ സ്വതന്ത്ര ഭാരതത്തിന്റെ പതാക ഉയർത്തിക്കൊണ്ട് ആ സ്വാതന്ത്ര്യ ദിനം ചരിത്രപരമായി ആഘോഷിക്കുക തന്നെ ചെയ്തു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഗാന്ധിയെ അറിയാം, ഈ കപട ദേശീയവാദികൾക്കും ഗാന്ധിജി അറിയാം. കപട ദേശീയവാദികൾക്ക് അറിയാവുന്ന ഗാന്ധിജി 1869 ഒക്ടോബർ 2 പോർബന്തറിൽ ജനിച്ച മനുഷ്യനാണ്. നമുക്കറിയാവുന്ന ഗാന്ധി ജനിച്ചത് പോർബന്തറിലല്ല, നമുക്കറിയാവുന്ന ഗാന്ധിജി ജനിച്ചത് ഒക്ടോബർ 2 നമുക്കറിയാവുന്ന ഗാന്ധിജി ജനിച്ചത് 1869 നമ്മളറിയുന്ന ഗാന്ധിജി ജനിച്ചത് 1893 അദ്ദേഹത്തിന്റെ 24ാമത്തെ വയസ്സിൽ ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർമരീസ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും നിറം കറുപ്പായി പോയത് കൊണ്ട് ഒരു വെള്ളക്കാരൻ ഇടങ്കാലുകൊണ്ട് പുറത്തേക്ക് തൊഴിച്ചെറിഞ്ഞ മുഹൂർത്തത്തിൽ നിറത്തിന്റെ പേരിൽ മനുഷ്യനെ വിവേചിക്കുന്നതിനെതിരെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ഉറച്ചതും ഉറപ്പിച്ചതുമാകണം തന്റെ ജീവിതം എന്ന് ശപഥം ചെയ്ത മുഹൂർത്തത്തിൽ മോഹൻദാസ് കരംചന്ദ് മരിച്ചു, അവിടെ ഗാന്ധിജി ജനിച്ചു എന്ന് തിരിച്ചറിയുന്നവന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ്. ആ തിരിച്ചറിവിന്റെ മതവും ആ തിരിച്ചറിവിന്റെ സംസ്കാരവുമാണ് അധ്യക്ഷൻ ഹരികൃഷ്ണൻ പറഞ്ഞ ഈ ചെങ്കൊടി മരത്തിന്റെ തണലിൽ വർഗീയവാദികൾ കടന്നു വരാൻ അനുവദിക്കാത്ത ഒരു കരുത്തുണ്ട് എന്ന്. ഞാൻ വിചാരിച്ചു ഹരികൃഷ്ണൻ മറ്റൊന്നു കൂടി പറയുന്നുണ്ട്. എന്തുകൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് ആശുപത്രിയിലേക്ക് 6 മാസം പ്രായമുള്ള കുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ദേശീയ ഹൈവേയിലെ സർവ്വഗതാഗത കുരുക്കുകളും ഒഴിവാക്കി പാതയോരത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ കൈകൾ കോർത്ത് യാത്ര സുഗമമാക്കി കൊടുക്കുന്ന ജനസമൂഹമുള്ള ഈ ലോകത്തിലെ ഒരൊറ്റ നാടിന്റെ പേര് കേരളം എന്നായത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അറിയണം. ആ ചോദ്യത്തിന് ഉത്തരമേ ഉള്ളൂ.
ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയണമെങ്കിൽ ഞാൻ ജനിച്ച വർഷത്തിലേക്ക് പോകണം. ഞാൻ ജനിച്ചത് 1972. 1972 ഫെബ്രുവരി മാസത്തിൽ തലശ്ശേരിയിലെ ഒരു മുസ്ലിം പള്ളി ആക്രമിച്ച് നശിപ്പിക്കുവാൻ സംഘടിച്ച ആയുധധാരികളായി എത്തിയ സവർണവർഗീയ സംഘത്തിന്റെ കാവിക്കൊടി ധരിച്ച ആ അക്രമി സംഘത്തിന്റെ പടയ്ക്ക് മുന്നിൽ അക്ഷോഭ്യമായി നിന്ന് അതിനെ നേരിട്ടവരുണ്ട്. അന്ന് അവരുടെ കഠാരപ്പടിയിൽ മരണം കൈവരിച്ച, ഇസ്ലാം ദേവാലയത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ മരണം വരിച്ച സഖാവിന്റെ പേര് ഒരു ഇസ്ലാം നാമമായിരുന്നില്ല. ഹിന്ദുമതത്തിലെ പുരുഷോത്തമ പ്രതീകമായ ശ്രീരാമന്റെ പേരായിരുന്നു സഖാവ് UK കുഞ്ഞിരാമന്റെ പേര്. എന്തുകൊണ്ട് കേരളത്തിൽ വർഗീയ കക്ഷികൾ കടന്നു വരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പറഞ്ഞു വരികയായിരുന്നു സഖാവ് MBR. അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയപ്പോൾ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയപ്പോൾ അതിലൊരിടത്ത് തലശ്ശേരി കലാപത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. തലശ്ശേരി കലാപത്തെ കുറിച്ച് എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ന് തലശ്ശേരിയിലെ വീടുകൾ നശിക്കാതെ, തലശ്ശേരിയിലെ ജനജീവിതം വളരെയധികം ദുരിതത്തിലാകാതെ, നൂറുകണക്കിന് കബന്ധങ്ങൾ ഉടലറ്റ തെരുവിലൂടെ രക്തത്തിൽ ഒഴുകി നടക്കാതെ, തലശ്ശേരി മുഴുവൻ മരിച്ച മൃതദേഹങ്ങൾ കൊത്തിപ്പറക്കാൻ കഴുകന്മാർ ആർത്തടിച്ച് പറന്നെത്താതെ, തലശ്ശേരി മുഴുവൻ മരണത്തിന്റെ മണവും ഇരുട്ടും കാരണം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വേദനയുടെ ഈറ്റില്ലമായി മാറാതെ പോയതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. വീട് വീടാന്തരം അന്ന് ഉച്ചഭാഷിണിയിൽ ഈ നാടിന്റെ മതസംഘർഷം തകർക്കരുത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ നാട്ടിലെ എല്ലാ മതസ്ഥാപനങ്ങൾക്കും മനുഷ്യഹൃദയങ്ങൾക്കും കാവലായിരുന്ന അവിടുത്തെ മതമൈത്രി സംരക്ഷിക്കുവാൻ, ആ നാടിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി പൊരുതിയ 3 പേരുടെ കരുത്തിലാണ് തലശ്ശേരി തകരാതിരുന്നത് എന്ന് MBR എഴുതി. അതിലൊരാൾ സാക്ഷാൽ AKG ആണ്. രണ്ടാമത്തെ ആളിന്റെ പേര് CH കണാരൻ എന്നാണ്. മൂന്നാമത്തെ ആൾ ഉയർത്തിപ്പിടിച്ച ഒരു കൊടിക്കമ്പിന്റെ കരുത്തിൽ ഒരു നാടിന്റെ മതേതരത്വം സംരക്ഷിക്കപ്പെട്ടുവെങ്കിൽ ആ കൊടിക്കമ്പിന്റെ കരുത്തുമായ മൂന്നാമത്തെ ആൾ ഇന്ന് 1-ാം നമ്പർ കാറിൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഈ നാടിന്റെ മതേതരത്വം സംരക്ഷിക്കുന്നു. പേര് പിണറായി വിജയൻ എന്നാണ്. കേരളത്തിന്റെ ചരിത്രത്തിന് കടന്നു വരുവാൻ മതവാദികളെയും വർഗീയവാദികളെയും അനുവദിക്കാതെ കാത്തുസൂക്ഷിച്ച കോട്ടവാദികളുടെ ചരിത്രം ഇടതുപക്ഷത്തിന്റെ ഒത്തുചേരലിന്റെ ചരിത്രമാണ്. കാരണം മതവും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടത്തിൽ മനുഷ്യൻ മുകളിൽ നിൽക്കുന്നുവെന്ന് തിരിച്ചറിയുന്നവന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. ലോകത്തിലെ ആദ്യത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ, തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുൻപ് എന്താണ് ഈ മനുഷ്യരെ തിരിച്ചറിയുക എന്ന് ചോദിച്ചാൽ ചിരിക്കുക എന്നതാണ്. സത്യത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം ഏതെന്ന് ചോദിച്ചാൽ ചിരിക്കുക എന്നാണ്. മാസ്ക് ഉള്ളത് കൊണ്ട് പലരുടെയും ചിരി നമുക്ക് കാണാൻ കഴിയില്ല എങ്കിലും പ്രസാദ് കുറച്ചു മുമ്പായിരുന്നു. ഞങ്ങൾ വളരെ പഴയ സുഹൃത്തുക്കളാണ്. ഒരു കേരള യൂണിവേഴ്സിറ്റിന്റെ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ചിരിച്ചതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ വിചാരിച്ചു മനുഷ്യൻ ചിരിക്കാതിരിക്കുകയാണല്ലോ. പിന്നെയാണ് മനസ്സിലായത് മുഖത്ത് മാസ്ക് ഇരിക്കുകയല്ലേ, ചിരിച്ചു കാണാൻ അറിയാൻ വയ്യ. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനം, ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം, ഏറ്റവും വലിയ മാനവിക പ്രവർത്തനത്തിന്റെ പേര് ചിരിയാണ്. ഹൃദയത്തിൽ നിന്ന് ചിരിക്കാൻ കഴിയുക എന്നതിനേക്കാൾ വലിയ സാംസ്കാരിക പ്രവർത്തനമില്ല. ഹൃദയത്തിൽ നിന്ന് ഒരാളിനെ ചിരിപ്പിക്കാൻ കഴിയുക എന്നതിനേക്കാൾ വലിയ രാഷ്ട്രീയ പ്രവർത്തനമില്ല. അതുകൊണ്ടാണ് ഞാൻ മഴയിലൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്നു, കാരണം ഞാൻ കരയുന്നത് മറ്റുള്ളവർ കാണില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിന്റെ ചിരി കൊണ്ട് ഈ ലോകത്തിന്റെ രൂപം തന്നെ മാറ്റുക. പക്ഷേ ഈ ലോകത്തിന്റെ കരുണയില്ലായ്മ കാരണം, നിരാർദ്രത കാരണം നിന്റെ ചിരി മായാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ ചാർലി ചാപ്ലിൻ എന്ന മനുഷ്യസ്നേഹി കമ്മ്യൂണിസ്റ്റുകാരൻ മഹാൻ നടത്തിയത് ചിരി രാഷ്ട്രീയമാക്കി തന്നെയാണ്. അവരെ ചിരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വലുതായി നമുക്കൊരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താനില്ല. അതാണ് ഡിവൈഎഫ്ഐ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹരികൃഷ്ണൻ പറഞ്ഞതുപോലെ ജാതിയോ മതമോ രാഷ്ട്രീയമോ കക്ഷിയോ ഉദ്യോഗമോ പദവിയോ നോക്കാതെ വീടാന്തരത്തിൽ നിന്ന് അരച്ചു ചേർക്കുന്ന ചമ്മന്തിയിലോ കറിയിലോ ഒരു അമ്മയുടെയും ഒരു പെങ്ങളിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും കരുതലിന്റെയും ഉപ്പുരസവും ലവണരസവും ഉണ്ടെന്ന തിരിച്ചറിവിൽ ആശുപത്രിയിൽ വിളമ്പുമ്പോ അതിന് ഹൃദയപൂർവം എന്ന് പേരിടാനുള്ള കാരണവും ഹൃദയത്തിൽ നിന്ന് ജനിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. അത്തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് ചിരി എന്ന് എഴുതിയത് അമേരിക്കയിലെ ഒരു മാധ്യമമാണ്. കൂട്ടത്തിലൊന്ന് പറയട്ടെ, അത് ലോകത്തെ പുരോഗമനപരമായി നോക്കിക്കാണുന്ന ഒരു മാധ്യമം തന്നെയാണ്. ആ മാധ്യമം എഴുതി "See the sparkling divinity of a smile" എന്നാണ്. ഒരു ചിരിയുടെ തിളങ്ങുന്ന ദിവ്യത്വം, അവിടെ ദിവ്യത്വം എന്നാണ് ആ മാധ്യമം എഴുതിയത്. ഡിവിനിറ്റി, ഒരു ചിരിയുടെ തിളങ്ങുന്ന ദിവ്യത്വം എന്ന തലക്കെട്ടിൽ കേരളത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയ ഒരു അമേരിക്കൻ മാധ്യമം ആ കാലഘട്ടത്തിൽ എഴുതിയത് 36,248 എന്ന് സർവേ കണക്കുകൾ സംഖ്യപ്രകാരം പറയുന്ന പാറശാലയിലേക്കപ്പുറം കളിയിക്കാവളം മുതൽ കാസർഗോട്ടിലെ തലപ്പാടി വരെ നീളുന്ന കേരളം എന്ന ഈ സംസ്ഥാനത്തിലുള്ള ആൾദൈവങ്ങളുടെ 36,248 ആൾദൈവങ്ങളുടെ ചിരിയെ ചൂണ്ടിക്കാണിച്ചല്ല അമേരിക്കയിലെ മാധ്യമം എഴുതിയത് "See the sparkling divinity of a smile" എന്ന്. മറിച്ച്
കാലാകാലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന തങ്ങളുടെ പെൻഷൻ ഇരട്ടിയായി വർദ്ധിപ്പിച്ച് വീട്ടിലേക്ക് ഒരു പോസ്റ്റ് വുമൺ കൊണ്ടുചെന്ന് കൊടുത്തപ്പോ അത് ഏറ്റുവാങ്ങി കൈപ്പറ്റിയിട്ട് പല്ലില്ലാത്ത മോണകാട്ടി ഈ നാടിന്റെ നേർക്ക് ഒരു അമ്മൂമ്മ ചിരിച്ച ചിരി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പത്രത്തിൽ കണ്ടു. ആ ചിരി ഉയർത്തിക്കാട്ടിയ മാധ്യമം പറഞ്ഞു, ഈ ചിരിയാണ് ഡിവിനിറ്റി ഓഫ് ഇസ്മായിൽ. ആ ചിരിയിലാണുള്ളത് മതം, ആ ചിരിയിലാണുള്ളത് ദൈവം. ആ ചിരി സൃഷ്ടിക്കുന്നതിനെയാണ് സാംസ്കാരിക പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് നിർവചിക്കുന്നത്. അപരനെ ചിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടും അപരനായി എല്ലാത്തിനെയും കാണുന്ന ഒരു വംശീയ കാഴ്ചപ്പാടും തമ്മിലുള്ള യുദ്ധമാണ് ഈ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ യുദ്ധമാണ്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോ ഒരുപക്ഷെ നമ്മൾ അറിയാത്ത ആളുകളെ കുറിച്ച് കൂടി പറയേണ്ടി വരും. അത് ശൗര്യചക്ര പുരസ്കാരം കിട്ടിയ ആളിനെ കുറിച്ച്. ശൗര്യചക്ര പുരസ്കാരം കിട്ടിയ ഒരു മനുഷ്യനുണ്ട്, ബൽവന്ത് സിംഗ് എന്ന പേര്. എനിക്കറിയാം, ബൽവന്ത് സിംഗിന് ശൗര്യചക്ര പുരസ്കാരം കിട്ടി. അദ്ദേഹം സൈനികനായിരുന്നില്ല, പക്ഷേ പട്ടാളക്കാരനല്ലാത്ത ബൽവന്ത് സിംഗിന് ശൗര്യചക്ര പുരസ്കാരം ലഭിച്ച വർഷങ്ങൾക്ക് മുമ്പേ തന്നെ. കാരണം 22 തവണ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ രാജ്യത്തിനെ ഭിന്നിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ ആക്രമണങ്ങൾക്ക് വിധേയനായപ്പോഴും ഇന്ത്യ എന്ന ഈ രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കുവാൻ, രാജ്യത്തെ തുണ്ടാക്കി വിഭജിക്കുവാൻ ഇഷ്ടപ്പെടാതിരുന്ന യഥാർത്ഥ ദേശീയവാദിയായ ബൽവന്ത് സിംഗ് ശൗര്യചക്രം കിട്ടി ആദരിച്ചു. 23ാമത്തെ തവണ 2020 ഒക്ടോബർ മാസം 18-ാം തീയതിയുള്ള 23ാമത്തെ ഭീകരവാദികളുടെ ആക്രമണത്തിൽപ്പെട്ട ബൽവന്ത് സിംഗ് മരിച്ചു. അതൊരു ദേശീയതയാണ്. ബൽവന്ത് സിംഗിന്റെ പ്രവർത്തനം ഒരു ദേശീയതയാണ് ഈ കാലഘട്ടം. ലീലാവതി, തമിഴ്നാട്ടിൽ വെള്ളം കിട്ടാതെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ഗ്രാമത്തെ ലീലാവതി, ഏറ്റവും കൂടുതൽ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന പ്രദേശത്തെ ലീലാവതി, വരണ്ടുപോയ മണൽത്തരികളുടെ നിറം കറുത്ത നിറം മാത്രമുള്ള പാതകൾ നിറഞ്ഞ വീടകങ്ങൾ നിറഞ്ഞ വെള്ളം കിട്ടാത്ത അസ്ഥിക്കൂടങ്ങൾ നിറഞ്ഞ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലെ ലീലാവതി എന്ന സ്ത്രീ അവിടുത്തെ കൗൺസിൽ ഇലക്ഷനിൽ, കോർപ്പറേഷൻ ഇലക്ഷനിൽ, ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചു, വിജയിച്ചു. അവർ അവിടെ കുടിവെള്ളം എത്തിച്ചു. ആ നാട്ടിൽ കുടിവെള്ളത്തിന്റെ ദേവത എന്നുവരെ അവർ വാഴ്ത്തപ്പെട്ടു. കുടിവെള്ള മാഫിയയാൽ അവർ കൊല ചെയ്യപ്പെട്ടു. പേര് ലീലാവതി. വെള്ളം കൊടുക്കുക എന്നത് ദേശീയതയാണ്. ആ ദേശീയത ചെയ്യുന്നത് രേണുക എന്ന് പറഞ്ഞാൽ രേണുകാമ്മ എന്നാണ് കർണാടകത്തിലുള്ളവർ വിളിക്കുന്നത്. കർണാടകത്തിൽ കാലാകാലങ്ങളായി നമുക്കറിയാം നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം, പിറന്നു വീഴുന്ന പെണ്ണിന്റെ മാനവും മാംസവും മാത്രമാണ് വില എന്ന് കരുതിയിരുന്ന ദേവദാസി സമ്പ്രദായം നിരോധിക്കുവാൻ വേണ്ടി പൊരുതിയ രേണുക. ദേവദാസി സമ്പ്രദായം നിരോധിക്കുവാൻ പ്രക്ഷോഭം നടത്തി. ദേവദാസി സമ്പ്രദായം നിരോധിപ്പിക്കുക മാത്രമല്ല, വിരമിച്ച ദേവദാസികൾക്ക് അർഹമായ പെൻഷൻ ലഭിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അതും സാധ്യമാക്കിയെടുത്തിയ രേണുക എന്ന രേണുക. വൃന്ദാ സാഹിനി ബീഹാറുകാരിയാണ്. ബീഹാറിലെ ഭൂവുടമകൾ കിടപ്പാടം നഷ്ടപ്പെടുത്തി അവിടുത്തെ സാധാരണക്കാരായവരെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ, ഉറങ്ങാൻ ഇടമില്ലാതെ പാതയോരങ്ങളിൽ ശവങ്ങൾ പെരുകിയപ്പോ, ഇടം നഷ്ടപ്പെട്ടവർ ഇടമുണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയുള്ള പ്രക്ഷോഭ സമരം നയിച്ച് അവർക്ക് അവരുടെ വാസസ്ഥലം സ്വന്തമാക്കിയ വൃന്ദാ സാഹിനി. ഇവരൊക്കെ നടത്തിയ ദേശീയ പ്രവർത്തനം. പക്ഷേ ഇവരുടെ ദേശീയ പ്രവർത്തനം നമ്മൾ ചർച്ചകളിൽ നിന്നും പഠിച്ചിട്ടില്ല, പത്രങ്ങൾ അധികം കണ്ടിട്ടുമില്ല. കാരണം ഇവരൊക്കെ നടത്തിയ ദേശീയ പ്രവർത്തനത്തിന് പിന്നിൽ ഒരു കാരണം, അത് ഇവരുടെ ഒന്നും ദേശീയ പ്രവർത്തനം വിളംബരം ചെയ്യപ്പെടുന്നതോ 56 ഇഞ്ചിന്റെ നെഞ്ചമുള്ളതോ ആയിരുന്നില്ല. ഇവരുടെ ദേശീയ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള ചേതനയുടെ കാരണം ഇവിടെ സാംസ്കാരിക സംഗമത്തിൽ പങ്കെടുത്തുവെന്ന അധ്യക്ഷനോ സ്വാഗത പ്രസംഗകരോ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുരുകന്റെ ഒരു കവിതയിലെ വരികൾ പോലെ, അവനവന് വേണ്ടിയല്ലാതെ അവരനു വേണ്ടി എന്ന് സൂക്ഷിക്കുന്ന വരികൾ പോലെ ദേശീയ പ്രവർത്തനമാണ് ഇവർ നടത്തിയത്. കാരണം ഇവരെല്ലാം തന്നെ ഒരു പ്രസ്ഥാനത്തിന്റെ, അതാത് ജില്ലാ കമ്മിറ്റികളുടെയും സംസ്ഥാന കമ്മിറ്റികളുടെയും ഭാരവാഹികളായിരുന്നു. ആ പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്നാണ്. സഖാവ് ബൽവന്ത് സിംഗിന്റെ, സഖാവ് രേണുകയുടെ, സഖാവ് ലീലാവതിയുടെ, സഖാവ് വൃന്ദാ സാഹിനിയുടെ പ്രവർത്തനങ്ങൾ ഭാരതത്തിൽ അവരവർ ജീവിക്കുന്ന പ്രദേശങ്ങളിലെ ജനസമൂഹത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ടവയാണ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പ്രവർത്തനം എന്നത് ചിലർക്ക് മാത്രമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട് കിടക്കുന്നു. ഒരു നാട് വെള്ളക്കാരന്റെ ഏറ്റവും ഭീഷണമായ, ഏറ്റവും ക്രൂരമായ യാതനകളാൽ വല്ലാതെ നൊന്തപ്പോ, 2 പ്രദേശങ്ങൾക്കിടയിലെ ഒരു ഉഷ്ണകാല യാത്രയിൽ ആവിക്കകത്ത് പെട്ട് മനുഷ്യ കുരുതി നടത്തപ്പെട്ടപ്പോ, കമ്പാർട്ട്മെന്റിൽ ശ്വസിക്കാനിടമില്ലാതെ കരിഞ്ഞ ശവങ്ങൾ ബാക്കിയാക്കി മടങ്ങിപ്പോയപ്പോ, ഒരു തീവണ്ടിയുടെ വാഗണിനകത്ത് വെന്തുപോയ ശവശരീരങ്ങൾ കണ്ട് വെള്ളക്കാരൻ അമർത്തിച്ചിരിച്ച് ആഹ്ലാദിച്ചപ്പോ, വാഗൺ ട്രാജഡി എന്ന വേദനയുടെ വിശേഷണത്തിന് അത് അർഹമായപ്പോ, ഹിച്ച്കോക്ക് എന്ന സായിപ്പിന്റെ ധാർഷ്ട്യത്തിനു മുന്നിൽ വള്ളുവനാടും ഏറനാടും അല്ലാതെ പകച്ചു നിന്നപ്പോ,
അവർക്കെതിരെയുള്ള ദേശീയ പോരാട്ടത്തിന് നടുനായകത്വം വഹിച്ച വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസലിയാരും ഇന്ത്യൻ ദേശീയതയുടെ എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളാണ് എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നതിനെ കൂടി നമ്മൾ ഓർമ്മിക്കണം. അടയാളപ്പെടുത്തപ്പെടേണ്ടത് ചിലർ മാത്രമാണ് എന്ന നിർവചനമാണ് അതിദേശീയതയുടെ നരനായാട്ടിന് കാരണം. ഉച്ചത്തിൽ സംസാരിക്കുന്നവൻ വേട്ടയാടപ്പെടേണ്ടവനാണ്, സ്വപ്നം കാണുന്നവൻ വേട്ടയാടപ്പെടേണ്ടവനാണ്, എഴുതുന്നവൻ വേട്ടയാടപ്പെടേണ്ടവനാണ്. എന്ത് ശർമ്മയാണ് ഇന്നലത്തെ ആ ശർമ്മ? അലോക് ശർമ്മ. കഴുതകളായ മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞ അലോക് ശർമ്മ സട്ടേറിക്കലായി ആക്ഷേപഹാസ്യത്തോടുകൂടി പരിഹാസോക്തിയോടുകൂടി പ്രതികരിച്ചാൽ അവർക്കിനി ജയിലിൽ കിടക്കേണ്ടി വരും കലാകാരന്മാർക്ക്, സ്റ്റാൻഡപ്പ് കമേഡിയൻസിന് പോലും എന്ന് പറഞ്ഞ അലോക് ശർമ്മ. ഇതൊരു ആശ്വാസമാണ്. നമ്മൾ നിൽക്കുന്നത് പയ്യേ നിനക്കും കൊട്ടാരത്തിലാണോ ഊണെന്ന് രാജാവിന്റെ ഹൃദയത്തിൽ കൊള്ളത്തക്ക രീതിയിൽ ഇളകി വിസർജനം ചെയ്യുന്ന പശുവിനോട് ചോദിച്ച നമ്പ്യാരെ കണ്ട് തിരുത്തിയ രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളം അങ്ങനെ ഉണ്ടായതാണ്. ഈ കല്ലുവാതിക്കൽ ഒരു ബംഗ്ലാവിൻ കുന്നോ അങ്ങനെന്തോ ഒരു ചരിത്രം അറിയോ? കല്ലുവാതിക്കൽ വരുമ്പോൾ ഞാൻ ഹരിയോട് ചോദിക്കുന്നത് വെച്ചാണ്. കാരണം കല്ലുവാതിക്കലുള്ള ബംഗ്ലാവിൻ കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് CP രാമസ്വാമിയുടെ ഇടക്കാല വസതിയായി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ആ സ്ഥലം അതെവിടെയാണ്? സ്ഥലം ഉണ്ടോ? ഉള്ളത് തന്നെ അടുത്ത് തന്നെ CP രാമസ്വാമി. ഈ കേരളം എന്ന് പറയുന്ന നാടുണ്ടായത് നിരവധി പോരാട്ടങ്ങളുടെ, നിരവധി സമരങ്ങളുടെയൊക്കെ ഭാഗമായ, അതിലൊരാളിന്റെ പേര് മറക്കരുത്. നമ്മൾ കവിതയിലൂടെയും സിനിമാ പാട്ടിലൂടെയും മാത്രമേ അറിയുള്ളൂ എങ്കിലും അതിലുപരിയായി കലാപങ്ങളുടെ കാട്ടുതീ കരുത്തുള്ള ഒരു കാവൽക്കാരൻ ഉണ്ടായിരുന്നു ഈ നാടിന്റെ ചേതനയ്ക്ക്. പി ഭാസ്കരൻ എന്നാണ് പേര്. കവി പി ഭാസ്കരൻ. ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ, ഒരു പുത്തൻ ഉയർ നാടിനേകിക്കൊണ്ടുയരും ഞാൻ എന്നെഴുതിയ പി ഭാസ്കരൻ. ആ പി ഭാസ്കരൻ ഐക്യകേരള ഗാഥയിൽ ഇങ്ങനെ എഴുതിയപ്പോ ഈ CP രാമസ്വാമി അയ്യർ നിങ്ങൾ ഈ പറയുന്ന ഈ സ്ഥലത്ത് വന്ന് താമസിച്ചിട്ടാണ് കൽപ്പന പുറപ്പെടുവിച്ചത് കേട്ടോ. പി ഭാസ്കരനെ മദിരാശിയിലേക്ക് നാട് കടത്താൻ. മദിരാശിയിലേക്ക് CP ഭാസ്കരനെ അടക്കം നാട് കടത്തിയ CP രാമസ്വാമി അയ്യർ എന്ന പരദേശി പട്ടര് കല്ലുവാതിക്കലല്ല എവിടെ വന്ന് താമസിച്ചാലും അയാളുടെ മൂക്കുവെട്ടി പാണ്ടി നാട്ടിലേക്ക് പറഞ്ഞയച്ച പാരമ്പര്യമുള്ള കേരളത്തിന്റെ വിപ്ലവ ചരിത്രത്തിൽ മനുഷ്യൻ തന്നെയാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരനെ വർത്തമാനകാലത്തിൽ ആദരവോടെ അഞ്ചാമത്തെ വിരലാണ് എന്ന് ലോകം വിളിക്കുന്നത്. അഞ്ചാമത്തെ വിരലിന്റെ കഥയുണ്ട്, ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. 7 കാലം ഇതോടെ പറഞ്ഞ് നിർത്താം. അഞ്ചാമത്തെ വിരൽ ഈ 5ാം വിരലുകൾ ഉയരുമ്പോഴാണ് നരനായാട്ട് അവസാനിക്കപ്പെടുന്നത്. നരനായാട്ട് എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതം അപഹരിക്കുന്നത് മാത്രമല്ല കേട്ടോ. മനുഷ്യന്റെ വിശ്വാസം അപഹരിക്കുന്നതിൽ, മനുഷ്യന്റെ ആഹാരം അപഹരിക്കുന്നതിൽ, മനുഷ്യന്റെ സ്വപ്നങ്ങൾ അപഹരിക്കുന്നതിൽ, കൊതി, മനുഷ്യന്റെ മോഹം എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ഒരു കൊച്ചുകുട്ടിക്ക് ഒരു മോഹം ഉണ്ടായി. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന അച്ഛനോട് കൊച്ചുകുട്ടി പറഞ്ഞ മോഹം, അച്ഛൻ എനിക്ക് കുതിരയെ വാങ്ങിച്ചു തരാനാ. വാങ്ങിച്ചു കൊടുത്തു അച്ഛനൊരു കുതിര. ഈ പറയുന്നത് 1800 1900 2019 ഒക്ടോബർ സെപ്റ്റംബർ മാസത്തിലാണ്. അതെ, 2019 ഓണം കഴിഞ്ഞത്. രാജസ്ഥാനിലെ കൊച്ചുകുട്ടിക്ക് കുതിരയെ വാങ്ങിച്ചു കൊടുത്തു അച്ഛൻ. എന്നിട്ട് പറഞ്ഞ് നീ കൊണ്ടുപോയി കുതിരയെ മേയിച്ചിട്ട് വന്നു. കുതിരയെ മേയ്ക്കാൻ കുതിരയെ മേയ്ക്കാൻ പോയി കുതിരപ്പുറത്ത് കയറി ഈ പിടുക്കാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ മുസാഫർ എന്നോ മറ്റോ ആയിരുന്നു അവന്റെ പേര്. അവനെ കണ്ടുകിട്ടിയില്ല, അന്ന് വന്നില്ല അവൻ വീട്ടില്. കൂട്ടിടങ്ങളെ അന്വേഷിച്ചു, അടുത്ത വീടുകളെ അന്വേഷിച്ചു, സഹപാഠികളുടെ സഹീർജന്റെ ഒക്കെ വീടുകളെ അന്വേഷിച്ചു, കണ്ടില്ല. അടുത്തുള്ള കുളങ്ങളിലും കിണറുകളിലും ഒക്കെ തപ്പി നോക്കി, കിട്ടിയില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോ അവിടെ പുല്ലുമേയുന്ന സ്ഥലത്ത് ഒരു വലിയ തൃശൂലം കൊണ്ട് കുത്തി കൊന്നിട്ടിരിക്കുന്നു കുതിരയെ. കോർത്തെടുത്തത് ശൂലത്തിന്റെ ഒരു മുനയിൽ കുതിരയെയും മറുഭാഗത്തെ കുഞ്ഞിനെയും. കാരണം അവൻ മുസൽമാനാണ്. ഈ മുസൽമാന് കുതിരപ്പുറത്ത് സവാരി ചെയ്യാൻ അനുവദിക്കുന്നില്ല ഞങ്ങളുടെ ആചാരം എന്നായിരുന്നു വാദം. അപ്പൊ സ്വാതന്ത്ര്യ സഞ്ചാരത്തിൻ്റെത് കൂടിയാണ്. ഹത്യ ചെയ്യപ്പെടുന്നത് മനുഷ്യ ജീവിതങ്ങൾ മാത്രമല്ല, ഹത്യ ചെയ്യപ്പെടുന്നത് മാധ്യമ പ്രവർത്തനമാണ്, ഹത്യ ചെയ്യപ്പെടുന്നത് സ്വപ്നങ്ങളാണ്, ഹത്യ ചെയ്യപ്പെടുന്നത് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ കൂടി പേരാണ് സുഹൃത്തെ ദേശീയത. എന്താണ് ഈ രാജ്യം, ഇന്ത്യ, ലോകത്തിന്റെ മുന്നിൽ സംഭാവന ചെയ്ത ഏറ്റവും വലിയ സംസ്കാരം എന്ന് ചോദിച്ചാൽ അത് ഈ സോ കോൾഡ് ഗ്ലോറിഫൈഡ് ആർഷഭാരത സംസ്കാരമൊന്നുമല്ല. എന്റെ പക്ഷത്തിലെങ്കിലും, എന്റെ ശരിയിലെങ്കിലും, എന്റെ കാഴ്ചപ്പാടിലെങ്കിലും ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും ബൃഹത്തുമായ സംസ്കാരം ഏത്? പാശ്ചാത്യ ലോകത്തിന് അത്ഭുതപ്പെടുത്തിയ ഇന്ത്യയുടെ സംസ്കാരം ഏതെന്ന് എന്നോടൊരാൾ ചോദിച്ചാൽ ഞാൻ പറയും അത് തീൻമേശയിലെ സംസ്കാരമാണ്. കമ്പല്ലല്ലോ, എന്താ പേര്, കത്തി.
കത്തിയും സ്പൂണും തമ്മിൽ കൂട്ടിമുട്ടാതെ, ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നവനോട് ഒരു വാക്ക് ഉരിയാടാതെ, മുഖത്ത് നോക്കാതെ, സ്പൂൺ തലികയിൽ മുട്ടാതെ, ഗ്ലാസുകൾ തമ്മിൽ മുട്ടാതെ, ഒരു തുള്ളി ജലം താഴെ വീഴാതെ നിശബ്ദരായിരുന്ന് ആഹരിക്കുന്ന പാശ്ചാത്യ സമൂഹത്തിന്റെ ടേബിൾ മാനേഴ്സ് അല്ല, മറിച്ച് ഒപ്പം ഇരുന്ന് ആഹരിക്കുന്നവനെ കണ്ട് അവനോട് കുശലം പറഞ്ഞ് സ്വന്തം വിശപ്പിനെ കുറിച്ച് ഓർമ്മിക്കാതെ സ്വന്തം പാത്രത്തിൽ നിന്ന് അവൻ ആഹാരം പങ്കുവെച്ച് അവന്റെ പൊതിച്ചോറുള്ള ഇറച്ചി കഷ്ണം ആർത്തിയോടെ കൈകൊണ്ടെടുത്തിട്ട് ആഹരിക്കുന്ന പങ്കുവെക്കലിന്റെ തീന്മേശ സംസ്കാരത്തിനോളം മികച്ചതല്ല ആർഷഭാരത സംസ്കാരത്തിന്റെ ഒരു പൊലിമയും ഭാരതം ലോകത്തിന്റെ മുന്നിൽ സംഭാവന ചെയ്യുന്നത്. ഈ പങ്കുവയ്ക്കലിന്റെ ദേശീയത കൊല ചെയ്യപ്പെടുന്നിടത്താണ് ഹത്യ നടക്കുന്നത്. കൊല ചെയ്യപ്പെടുന്നത് പങ്കുവയ്ക്കലാണ്. കൊല ചെയ്യപ്പെടുന്നത് പ്രണയമാണ്, പങ്കുവയ്ക്കലാണ്, വിശ്വാസമാണ്, സ്വപ്നങ്ങളാണ്, എഴുത്താണ്. എഴുത്തോ നിന്റെ കഴുത്തോ ഏറെക്കൂർ ഏതിനോട് എന്ന് ചോദിച്ചാൽ അടിയന്തരാവസ്ഥ കാലമാണ് എങ്കിൽ എഴുതൂ, എനിക്കു വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന് പറയുന്ന സ്വകാര്യമായ സാംസ്കാരിക വൽക്കരണം നടത്തി ഇതാണ് ദേശീയത എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു കാലത്തിന്റെ നടുവിൽ നമ്മൾ നിൽക്കും. അപകടകരമായ ഒരു കാലം. പക്ഷെ അവിടെയും ആ കപട ദേശീയതയെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. ടാഗോർ പാവം വീണ്ടും കടന്നു വരിക. ടാഗോർ ഉറപ്പാണ് 24 കൃത്യമായിരുന്നു. കാരണം ടാഗോർ വേറൊരിക്കൽ എഴുതി നെവർ ഗോ ടു ദ ടെമ്പിൾസ്, ഗോഡ് ഈസ് നോട്ട് ദേർ. നിങ്ങൾ അമ്പലങ്ങളിലേക്ക് പോകണ്ട, ദൈവം അവിടെ ഇല്ല. ടാഗോർ എഴുതിയത് പ്രധാനമന്ത്രി ആദ്യമേ വായിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കവിത മുഴുവൻ വായിക്കണമായിരുന്നു. ടാഗോർ എഴുതിയത് ദൈവത്തെ കുറ്റപ്പെടുത്തിയോ അമ്പലത്തെ കുറ്റപ്പെടുത്തിയോ ഒന്നും അല്ല. നിങ്ങൾ അമ്പലത്തിലേക്ക് പോകണ്ട, യാത്ര ചെയ്യണ്ട, ദൈവം അവിടെ അല്ല ഉള്ളത്. പിന്നെ ടാഗോർ എഴുതി ദൈവത്തെ കാണണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകൂ. നിങ്ങളുടെ തീമേശയിൽ, നിങ്ങളുടെ തളികയിൽ നിങ്ങൾ ആഹരിക്കുന്ന ആഹാരം ഒരുക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ധാന്യമണികൾ ഉണ്ടാക്കുവാൻ വേണ്ടി പകലന്തിയോളം ആ പാടത്തെ എല്ലുമുറിയെ പണിയെടുക്കുന്ന ഇന്ത്യയിലെ കർഷകരുണ്ട്. ആ കർഷകർ കുഴയ്ക്കുന്ന മണ്ണിൽ വേവുന്ന അവരുടെ ജീവിതങ്ങളിലാണ് നിങ്ങളുടെ ദൈവം ഇരിക്കുന്നത് എന്ന് എഴുതിയിട്ടാകും. 1.5 വർഷം മഴയത്തും വെയിലത്തും നിർത്തി പരിഹസിച്ചിട്ടും അവരെ നോക്കി അപഹസിച്ചിട്ടും തളർത്താനാകാത്ത ആത്മവീര്യത്തോടെ സമരം ചെയ്ത അവരാണ് ദൈവങ്ങൾ. അവരുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. ഏത് ദുരധികാരത്തിന്റെ ദുശാസന രീതിക്കുമെന്ന് തെളിയിക്കപ്പെടുന്നതാണ് ദേശീയത. ദേശീയത കർഷകന്റേത് കൂടിയാണ്. ദേശീയത കവിയുടേതാണ്, ദേശീയത കർഷകന്റേതാണ്, ദേശീയത വിദ്യാർത്ഥിയുടേതാണ്, ദേശീയത അറിവാഗ്രഹിക്കുന്നവന്റേതാണ്. അറിവാഗ്രഹിക്കുന്നവനല്ലേ ദേശീയത? അറിവാഗ്രഹിക്കുന്നവന്റെ യഥാർത്ഥ അറിവ് നേടാനുള്ള സ്വാതന്ത്ര്യം ദേശീയതയല്ലേ? എന്നെ പോലുള്ളവർ ഓടി നടന്ന് മാപ്പി ചോദിക്കണമല്ലോ. കാരണം പണ്ട് ഒരുപാട് അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ചില പൊതുവിജ്ഞാന വേദികളിലൊക്കെ കയറി പറഞ്ഞിട്ടുണ്ട്, ജോൺ ലോഗി ബേർഡ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഇരുനില കെട്ടിടത്തിന്റെ മരകോപടികളുടെ ഇരുനില കെട്ടിടത്തിന്റെ മുകളിലത്തെ മുറിയിൽ ഒരു ക്യാമറയുടെ മുന്നിൽ ഒരു പൂ വെച്ച് ചിത്രീകരിച്ച് തൊട്ടടുത്ത മുറിക്കകത്ത് ചതുരപ്പെട്ടിയിൽ അത് തെളിഞ്ഞപ്പോ ആഹ്ലാദം കൊണ്ട് പുറത്തേക്ക് ചാടിയിറങ്ങി വില്യം ടെൻഡർ എന്ന 14 വയസ്സുള്ള ഭിക്ഷക്കാരനെ കണ്ട് കൈപിടിച്ച് മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയി എന്തെങ്കിലും കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോ അവൻ ആ ക്യാമറയുടെ മുന്നിൽ ഭിക്ഷ യാചിച്ചപ്പോ അതാ ചതുരപ്പെട്ടിയിൽ വന്നപ്പോ ലോകത്തിൽ ആദ്യത്തെ TV ഇതാ കണ്ടുപിടിച്ചുവെന്ന് ആഹ്ലാദിച്ച ജോൺ ലോഗി ബേർഡ് ആണ് ടെലിവിഷൻ കണ്ടുപിടിച്ചതെന്ന് ഞാൻ പൊതുവിജ്ഞാന വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതിന് ഞാൻ ഇന്ന് മാപ്പ് ചോദിക്കണം. റോസ്ലിൻ സർവകലാശാലയുടെ വൈദഗ്ധ്യത്തോടെ സഹായത്തോടെ ഇയാൻ വിൽമുട്ട് എന്ന പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞനാണ് ഡോളി എന്ന ഷീപ്പിനെ സൃഷ്ടിച്ചുകൊണ്ട് ആദ്യമായി ക്ലോണിംഗ് നടത്തിയത്. അദ്ദേഹമാണ് ക്ലോണിംഗിന്റെ പിതാവ് എന്ന് പറഞ്ഞതിന് ഞാൻ മാപ്പ് ചോദിക്കണം. വെസ്റ്റേറ്റ് പേപ്പേഴ്സ് അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങൾ നടത്തി പരാജയപ്പെട്ട വിൽബറും ഓർവിലും റൈറ്റ് സഹോദരന്മാർ ചേർന്നാണ് വിമാനം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞതിന് ഞാൻ മാപ്പ് ചോദിക്കണം. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധിപൻ പറയുന്നു TV കണ്ടുപിടിച്ചത് ജോൺ ലോഗി ബേർഡ് അല്ല, മഹാഭാരത കഥ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സഞ്ജയൻ കണ്ടുപിടിച്ചതാണ് ടെലിവിഷൻ. ഇയാൻ വിൽമുട്ട് അല്ലത്രേ ക്ലോണിംഗ് കണ്ടുപിടിച്ചത്. ക്ലോണിംഗിന്റെ പിതാവ് സാക്ഷാൽ ഗണപതിയാണ്. മനുഷ്യ ശരീരത്തിൽ ആനയുടെ തുമ്പിക്കൈ ചേർത്ത് വെച്ചതാണ് ചരിത്രത്തിലെ ആദ്യത്തെ ക്ലോണിംഗ്. വിമാനം കണ്ടുപിടിച്ചത് ഭരദ്വാജ മഹർഷിയാണ്. അത് കയറിയാണ് അത്രേ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത്. അറിവിന് വേണ്ടേ ദേശീയതയും സ്വാതന്ത്ര്യവും ജനാധിപത്യവും? തങ്ങളുടേത് എന്ന് കരുതുന്ന ചില സങ്കല്പങ്ങൾ കൊണ്ട് വിജ്ഞാനത്തെ പോലും വികലമാക്കുമ്പോ ഹത്യ ചെയ്യപ്പെടുന്നത് മനുഷ്യർ, നരർ മാത്രമല്ല, മറിച്ച് നരമായ മാനവികമായ സർവ്വതും കൊല ചെയ്യപ്പെടുവാൻ ഈ അതീത ദേശീയത കാരണമാകുമ്പോ ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ 5-ാം വിരൽ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി. 5-ാമത്തെ വിരലായിരുന്നുകൊണ്ട് ഈ ചെങ്കൊടിമരത്തണലിൽ ഇവിടുത്തെ യുവജന പ്രസ്ഥാനവും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തോടുകൂടി പറയുന്നത് ഈ ദേശീയതയ്ക്കെതിരെ സംസാരിക്കുന്നത് 5-ാമത്തെ വിരലാകുന്നത് കൊണ്ടാണ്. ലോകത്തിലെ ആദ്യത്തെ മത്സരം നടന്നത് 5 പേർ തമ്മിലാണ്. ആരാണ് കൂട്ടത്തിൽ ഏറ്റവും കേമനെന്നറിയുവാനുള്ള അവാശിയേറിയ മത്സരത്തിൽ മത്സരിച്ച 5 പേർ ഈ 5 വിരലുകളാണ്. ഇവരിൽ ആരാണ് ഏറ്റവും മികച്ചവൻ, ഏറ്റവും വലിയ ശരി, ഇവരിൽ ആര് എന്ന് മത്സരം ഇങ്ങനെ പരസ്പരം പിണഞ്ഞ് മുറുകിയപ്പോ
സാക്ഷാൽ ദൈവം ജൂറിയായി വന്നു എന്ന് കഥ. ദൈവം എന്ന് പറഞ്ഞാൽ അത് രാമനോ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമോ ക്രിസ്തുവോ ശിവനോ ബുദ്ധനോ ജനനോ സ്വരാഷ്ട്രനോ പാഴ്സിയോ ഇല്ലെങ്കിൽ മനുഷ്യന്റെ നോവിനെ തിരിച്ചറിയാൻ കഴിയുന്ന മറ്റൊരു മനുഷ്യ ഹൃദയമാണ് ഏറ്റവും വലിയ ദൈവമെന്ന് തിരിച്ചറിവൊക്കെ ആകാം. എന്തായാലും ഒരു ശരിയുടെ ശക്തി ജൂറിയായി വന്നിട്ട് ഇവരോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ തമ്മിൽ വഴക്കുകൂടി അടികൂടി കലമ്പലാകണ്ട, നിങ്ങളിലെ വിജയിയാരെന്ന് ഞാൻ പ്രഖ്യാപിക്കാം, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ കേമത്തരം എന്നോട് പറഞ്ഞാൽ മതി. ആദ്യം വന്നത് പെരുവിരൽ വന്നിട്ട് പറഞ്ഞു, ദൈവമേ ഞാൻ ഒന്നാമത്തെ വിരല, ലോകത്തിലെവിടെയും വിജയി അടയാളപ്പെടുത്തുന്നത് എന്നെ ഉയർത്തിക്കാട്ടുമ്പോഴാണ്, തംസപ്പിലൂടെയാണ് ഒരു മനുഷ്യൻ തിരിച്ചറിയപ്പെടുന്നത്, എന്നെ പതിപ്പിക്കുമ്പോഴാണ്, തമ്പി പ്രശ്നത്തിലൂടെയാണ് പിറന്നു വീഴുന്ന ഓരോ മനുഷ്യക്കുഞ്ഞ് നുണയുന്നത് തന്നെയാണ്, ഞാൻ മാതൃത്വത്തിന്റെ പ്രതീകമാണ്, എന്റെ ബോഡിന്റെ മതം. ദൈവം പറഞ്ഞു കൊള്ളാം, അടുത്തയാൾ വരട്ടെ. രണ്ടാമതായി വന്നത് ചൂണ്ടുവിരൽ വന്നിട്ട് പറഞ്ഞു, ദുരധികാരത്തിനെതിരെ ചൂണ്ടാൻ കഴിയുന്നവരിലാണ് ഞാൻ, സെൻസ് ഓഫ് എയിമിന്റെ ലക്ഷ്യബോധത്തിന്റെ വിരൽ ഞാനാണ്, വെടിവെക്കാൻ അമ്പയ്യാൻ ക്യാരംസ് കളിക്കാൻ ഞാൻ വരും. മാത്രമല്ല ആജ്ഞാപിക്കുന്നവരിലും ഞാനാണ്. സ്റ്റാൻഡപ്പ് മോളല്ല, സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ എണീക്കണ്ട, പറയട്ടെ, സ്റ്റാൻഡപ്പ് എഴുന്നേക്കണ്ട, പറഞ്ഞോട്ടെ, സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ എന്നൊക്കെ ആജ്ഞാപിക്കുന്നവരിൽ ഞാനാ, അല്ലാതെ ഈ വിരലുകൊണ്ട് ആരും പറയില്ല, അത് പറഞ്ഞു വരികയായിരുന്നു. അപ്പൊ ആജ്ഞാശക്തിയുള്ളവരിൽ ഞാൻ, ദൈവം പറഞ്ഞു കൊള്ളാം, അടുത്തയാൾ വരട്ടെ. മൂന്നാമത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, ചർച്ചയും തർക്കമൊന്നും വേണ്ട, കണ്ടാലേ അറിയില്ലേ, 5 പേരിൽ ഏറ്റവും ഉയർന്നവൻ, തലപ്പൊക്കമുള്ളവൻ ഞാനാണ്, മാത്രമല്ല നായകനും ഞാനാണ്, ഞാൻ മധ്യത്തിലാണ് ഉണ്ടാവുക, സഹായികളാണ് എന്റെ വശങ്ങൾ. നാലാമത്തവരിൽ ഒത്തിരി നാണത്തോടെ വന്നിട്ട് പറഞ്ഞു, ദൈവം ഇവരൊക്കെ പറഞ്ഞത് ശരിയായിരിക്കാൻ പറ്റും, ശരിയാവണമെങ്കിൽ വിരലുണ്ടാവണമെങ്കിൽ കുട്ടികളുണ്ടാവണമെങ്കിൽ കെട്ടിയോളുണ്ടാവണമെങ്കിൽ പ്രണയം ഉണ്ടാവണ്ടേ, വിവാഹം ഉണ്ടാവണ്ടേ, അപ്പോൾ ഒരു മോതിരം അതിന് ഞാൻ തന്നെ വേണം. ഐ ആം ദ മോസ്റ്റ് റൊമാൻറ്റിക്. 4 വിരൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 5-ാം വിരൽ ഒന്നും പറയാനില്ല. 5-ാം വിരലിന്റെ പേരാണ് സഖാവ്. 5-ാം വിരൽ എന്ന് പറഞ്ഞു, ദൈവമേ ഇവരൊക്കെ പറഞ്ഞത് ശരിയാ. 1-ാമത്തെ വിരൽ വിജയിയാണ്, 2-ാമത്തെ വിരൽ ആജ്ഞാശക്തിയുണ്ട്, 3-ാമത്തവൻ നായകൻ, 4-ാമത്തവൻ പ്രണയം, കൊള്ളാം, ശരി. പക്ഷേ വിജയിയാണെന്നുള്ള വിശ്വാസത്തിൽ ഈ 1-ാമത്തെ വിരൽ തെറ്റുകൾ ചെയ്യുമ്പോ, ആജ്ഞാശക്തിയുടെ അധീശ ഭാവത്തിൽ ഈ 2-ാം വിരൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുമ്പോ, പ്രണയചാബല്യത്തിൽപ്പെട്ട് ഈ 3-ാം വിരൽ തളർന്നു പോകുമ്പോ, 4-ാം വിരൽ തളർന്നു പോകുമ്പോ, നായകത്വത്തിന്റെ മൂഢചിന്തയിൽ ഈ വിരൽ കുറ്റങ്ങൾ കാണിക്കുമ്പോ, അങ്ങവരോടൊക്കെ ക്ഷമിക്കുന്നത് ഇവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്നാമനായി ഇങ്ങനെ ഏറ്റവും മുന്നിൽ നിന്ന് കൈകൂപ്പുമ്പോഴല്ലേ എന്നാണ് 5-ാമത്തെ വിരൽ. ദൈവം പറഞ്ഞു, ഇവനാണ് ശരി, 5-ാമത്തെ വിരൽ തന്നെയാണ് ശരി, അവനാണ് ഒന്നാമൻ. കാലാകാലങ്ങളിൽ ആരെങ്കിലും ധരിച്ചിട്ടുണ്ട് ഈ 5-ാമത്തെ വിരലിനെ, സഖാവിനെ ശരി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കൈകൂപ്പുന്ന വിനയത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിനയം കൊണ്ടാണ് എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ, ആ തെറ്റിദ്ധാരണയിൽ ദേശീയതയുടെ വടിവാളും അക്രമായുധങ്ങളും ഏന്തി ശിരച്ഛേദനം ചെയ്യാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ട് എങ്കിൽ, ഒന്ന് ഓർമ്മിപ്പിക്കാനും ഉറപ്പിക്കാനും കൂടി ഈ അവസരം ഓരോ മനുഷ്യന്റെയും പ്രതികരണ ബോധം വിനിയോഗിക്കണം. അന്ന് ദൈവം 5-ാം വിരലിനെ 1-ാമനും ശരിയുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നിലെ കാരണം കൈകൂപ്പുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് അല്ല, മറിച്ച് പിന്നിലാക്കപ്പെട്ടു പോകുന്ന 4 പേരുടെയും എല്ലാം ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് പടനയിക്കാൻ കഴിയുന്ന സഹജമായ ആർജവബോധത്തിന്റെ പേരിലാണ് ചരിത്രത്തിൽ 5-ാം വിരൽ 1-ാമനായി. മുന്നിൽ നിന്ന് പടനയിക്കുവാൻ കഴിയുന്ന മനുഷ്യരുടെ ചോരമെടുപ്പുകളിലൂടെയാണ് ഈ നാട് വളർന്നിട്ടുള്ളത്. ആ ദേശീയതയുടെ ചരിത്രത്തിൽ 4 പേരെ കൂടി ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ആഴ്ച അവരുടെ നാട്ടിൽ പോയി. അപ്പൊ അതിനു മുമ്പ് പോയപ്പോ അവിടെ പറഞ്ഞതാണ്. അപ്പൊ അതിനു മുമ്പ് അവരെ കാണാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്ന 4 പേരെ കാണാൻ വന്ന ഒരു മനുഷ്യന്റെ പേര് ജോഷി സഖാവീസി. ഈ 4 പേരുടെ പേര് കോയിത്താറ്റിൽ ചിരികണ്ഠൻ, മഠത്തിൽ അപ്പു, പൊടോരക്കുഞ്ഞിക്കണ്ണൻ, പൊടോരക്കുഞ്ഞമ്പു നായർ, അബൂബക്കർ. ഇവർ 4 പേർ. ഈ 4 പേർ കയ്യൂർ രക്തസാക്ഷികളാണ്. ഈ 4 പേർ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ കഴുകുമരത്തിലേറും. നാടിനു വേണ്ടി ദുഷ്പ്രഭുത്വത്തിനെതിരെ, ജന്മിത്വത്തിനെതിരെ പോരാടി മരണത്തിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു വച്ച 4 രക്തപാതകങ്ങളെ കാണാനെത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് DC ജോഷി അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അമ്മയച്ഛനെ അനിയനെയൊക്കെ കാണും, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. കൂട്ടത്തിൽ അബൂബക്കറും മറ്റും അവരോട് അദ്ദേഹത്തോട് പറഞ്ഞു, പോകുമ്പോ പറയണം, എന്റെ അനുജൻ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, അവര് പാകത പോരാ, എങ്ങനെയാണ് ഈ നാടിനു വേണ്ടി ജീവിക്കേണ്ടത്, നാടിനു വേണ്ടി മരിക്കേണ്ടത്, മനുഷ്യരെ സ്നേഹിക്കുന്ന സഖാവായി എങ്ങനെ മാറേണ്ടത് എന്ന് എന്റെ അനുജനോട് പറഞ്ഞു കൊടുക്കാൻ അങ്ങ് സമയം കണ്ടെത്തി.